സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ വിദ്യ. ഇന്ന് പറയാൻ പോകുന്നത് വീരപ്പന്റെ കഥയാണ്. കർണാടക, തമിഴ്നാട്, കേരളം സംസ്ഥാനങ്ങളെ കിടുകിട വിറപ്പിച്ച തസ്കര വീരൻ, ലോകം മുഴുവനും കുപ്രസിദ്ധി ആർജിച്ച കൂസ് മുനുസ്വാമി വീരഭദ്ര കൗണ്ടറെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് 4 കോടി രൂപ ഇന്ത്യൻ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ച പിടികിട്ടാപ്പുള്ളി. 1000-ലധികം പോലീസുകാർ 100 കോടി രൂപ ചിലവഴിച്ചിട്ടും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സത്യമംഗലം കാടിനുള്ളിൽ സ്വൈര്യവിഹാരം ചെയ്തിരുന്ന വീരപ്പനെ പിടിക്കാനായത്. ആനവേട്ടക്കാരൻ, ചന്ദനവേട്ടക്കാരൻ, 184 മനുഷ്യജീവൻ എടുത്ത കൊലയാളി. അതിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കമ്മീഷണർ ആയിരുന്ന പാണ്ടിലാപ്പള്ളി ശ്രീനിവാസൻ എന്ന പി ശ്രീനിവാസന്റെ തല അറുത്തെടുത്ത വീരപ്പനും കൂട്ടാളികളും ആ തല ഉപയോഗിച്ച് ഫുട്ബോൾ കളിച്ചു. പിന്നീട് പക തീരാതെ ആ തല മരത്തിൽ ആണിയടിച്ച നിലയിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് STF കണ്ടെത്തുന്നത്. ഉന്നതരുടെ സഹായമില്ലാതെ എങ്ങനെ AK-47 പോലുള്ള ആയുധങ്ങൾ കാട്ടിലുള്ള വീരപ്പനിലെത്തി? അയാൾ സമ്പാദിച്ച കോടിക്കണക്കിന് പണം എവിടെ? ഇന്നും വീരപ്പന്റെ ശവക്കല്ലറയിൽ പൂക്കളും മാലയും ഇട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടായത് എന്തുകൊണ്ട്? നമ്പർ 1 പിടികിട്ടാപ്പുള്ളി ചില ജനങ്ങളുടെ വീരപ്പനയ്യ എന്ന ദൈവതുല്യനായ ആരാധനാമൂർത്തിയായത് എങ്ങനെ? ഇന്നുമേറെ ദുരൂഹതകൾ വീരപ്പന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിഴലിക്കുന്നു. സത്യത്തിൽ വീരപ്പൻ നായകനോ അതോ വില്ലനോ? കർണാടകയിലെ തമിഴ്നാട് അതിർത്തിയിലെ മേട്ടൂർ ഡാമിനടുത്തുള്ള കൊല്ലകൻ വനമേഖലയിലുള്ള ഒരു കുഗ്രാമം. അതിന്റെ പേരാണ് ഗോപിനാഥം. അവിടെ 1952 ജനുവരി 18 കൂസ് മുനുസ്വാമി വീരഭദ്ര കൗണ്ടർ എന്ന വീരപ്പൻ ജനിക്കുന്നു. തീർത്തും ദരിദ്ര കുടുംബം. അച്ഛൻ മുനുസ്വാമി കൗണ്ടറും അമ്മ പുലുത്തായി അമ്മാളും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിലെ രണ്ടാമനായിരുന്നു വീരപ്പൻ. കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്നവരായിരുന്നു ആ ഗ്രാമത്തിലുള്ളവർ. ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും തോക്ക് കൈവശം വെച്ചിരുന്നു. കൃഷിയെ നശിപ്പിക്കുകയും മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ കൊല്ലാനും ദാരിദ്ര്യം കലശലാകുമ്പോൾ ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടാനും അവർ തോക്ക് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വീരപ്പൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തോക്ക് ഉപയോഗിക്കാൻ പഠിച്ചിരുന്നു. ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനെ വീരപ്പൻ അന്തരീക്ഷത്തിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുമായിരുന്നു. മറ്റുള്ളവർ ഇത് കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നതും പുകഴ്ത്തുന്നതും പൊങ്ങച്ചക്കാരനായ വീരപ്പന് നന്നേ ഇഷ്ടമായിരുന്നു. അങ്ങനെ 10 വയസ്സിൽ ഒരു കാട്ടുപന്നിയെ വെടിവെച്ച വീരപ്പനെതിരെ പോലീസ് കേസ് വരുന്നു.